നമസ്കാരം. ആരാണ് 77കാരനായ കൊച്ചുവേലായുധൻ? ജനങ്ങൾക്ക് വ്യാജ പ്രതീക്ഷകൾ നൽകുന്നത് തന്റെ ശൈലിയല്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രതികരിക്കുമ്പോഴും കൊച്ചുവേലായുധന്റെ ദുരിതകഥ ചർച്ചകളിൽ തുടരുകയാണ്. കൊച്ചുവേലായുധനിൽ നിന്ന് ആ അപേക്ഷ സുരേഷ് ഗോപി വാങ്ങിക്കണമോ എന്നതാണ് ഇപ്പോഴും ഉയരുന്ന ചർച്ച. പക്ഷേ അതിനപ്പുറത്തേക്ക് ചിന്തിക്കേണ്ട പലതും വേലായുധ ജീവിതത്തിലുണ്ട്. 2023 ജൂണിലെ പേമാരിയിലും കാറ്റിലും തെങ്ങ് വീണ് വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. ഇതോടെയാണ് ദുരിതം തുടങ്ങിയത്. സർക്കാർ സഹായം ഒന്നിനും മതിയായില്ല. പ്രകൃതിക്ഷോഭത്തിൽ ദുരിതത്തിലാകുന്നവരെ സഹായിക്കേണ്ട മാനദണ്ഡം ഇനിയെങ്കിലും മാറേണ്ടതില്ലേ? ഇതാണ് കൊച്ചുവേലായുധന്റെ ജീവിതം ഉയർത്തുന്ന ചോദ്യം. CPM അല്ല കൊച്ചുവേലായുധന് വീട് നൽകേണ്ടത്. ഇത് സർക്കാരിന്റെ ബാധ്യതയാണ്. കൊച്ചുവേലായുധന്റെ കഥ തിരിച്ചറിഞ്ഞ് ഭാവിയിലെങ്കിലും സമാന ദുരിതം ഉണ്ടാകുന്നവരെ ചേർത്ത് നിർത്തണം സർക്കാർ. അതാണ് ഈ ദുരിതം നൽകുന്ന പാഠം. കൊച്ചുവേലായുധന്റെ ദുരിതം അത്രമേലുണ്ട്. അതുകൊണ്ടാണ് സുരേഷ് ഗോപിയെ കാണാനെത്തിയത്. അപേക്ഷ സുരേഷ് ഗോപി വാങ്ങിയില്ലെങ്കിലും ദുരിതം കൊച്ചുവേലായുധന് തീരും. CPM വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞത് കൊണ്ടായിരുന്നു അത്. പക്ഷേ കൊച്ചുവേലായുധന്റെ ജീവിതം താങ്ങി നിർത്തേണ്ടത് സർക്കാരാണ്. അവിടെ വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. ഈ വീഴ്ച അറിയിക്കാൻ കൂടിയാണ് സുരേഷ് ഗോപിയെ കാണാൻ പോയത്. മുണ്ടക്കൈ പോലുള്ള ദുരിതബാധിതരെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങുന്ന സർക്കാർ പ്രകൃതി ദുരന്തത്തിൽ എല്ലാം നഷ്ടമാകുന്ന കൊച്ചുവേലായുധനെ കണ്ടില്ല. ഇതായിരുന്നു സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് കൊച്ചുവേലായുധനെ എത്തിച്ചത്. സർക്കാർ സംവിധാനങ്ങൾ ഈ വയോധികനുണ്ടായ നഷ്ടം നേരത്തെ തിരിച്ചറിഞ്ഞ് നികത്തിയിരുന്നുവെങ്കിൽ ഈ അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. കൊച്ചുവേലായുധന്റെ പുള്ളിലെ വീടിനടുത്തായിരുന്നു സുരേഷ് ഗോപിയുടെ കല്ലു ചർച്ച എന്ന ജനസമ്പർക്കം. അവിടേക്ക് പോയത് പ്രതീക്ഷയിലാണ്. അത് മറ്റൊരു തരത്തിൽ നടക്കുകയും ചെയ്യുന്നു. ചുമട്ട് തൊഴിലാളിയായിരുന്നു കൊച്ചുവേലായുധൻ. അദ്ദേഹവും 4 അംഗ കുടുംബവും 2.5 വർഷമായി താമസിക്കുന്നത് തൊഴുത്തിലാണ്. നല്ലൊരു വീടുണ്ടായിരുന്നു പുള്ളിലെ ഇട്ടുസ്മാരക റോഡിൽ. കിണറും തൊഴുത്തും ശൗചാലയവുമായി ഓടിട്ട വീട്. 2022 ജൂണിലെ പേമാരിലും കാറ്റിലും തെങ്ങ് വീണ് വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. മേൽക്കൂര തകർന്നു വീണ് കൊച്ചുവേലായുധൻ, ഭാര്യ സരോജിനി, മകൾ ഷീജ, മരുമകൻ മേഘേഷ്, മകൻ ബിനോജ് എന്നിവർക്ക് ഗുരുതര പരിക്കേറ്റു. തൃശൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ കഴിഞ്ഞ് തിരികെ എത്തിയപ്പോഴേക്കും വീട് പോയി. പിന്നീട് തൊഴുത്തായി താമസ സ്ഥലം. പശുവിനെ പുറത്ത് കെട്ടിയിട്ടാണ് തൊഴുത്തിൽ ജീവിതം തുടങ്ങിയത്. പിന്നീട് പശുവിനെ വിറ്റു. ആ പണത്തിന് തൊഴുത്ത് മറച്ചു. ചോർന്നൊലിക്കുന്ന മേൽക്കൂരയിലെ ഓലയ്ക്ക് മീതെ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചു. വില്ലേജിൽ നിന്നും കിട്ടിയ ചെറിയ സഹായത്തിൽ വേലായുധന് ഒന്നും ചെയ്യാനായില്ല. ഈ ചെറിയ സഹായമാണ് ചോദ്യമായി ഉയരേണ്ടത്. പ്രകൃതിക്ഷോഭത്തിൽ നഷ്ടപ്പെട്ട് വീട് പുനർനിർമ്മിച്ച് നൽകേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. അതിന് പക്ഷേ മാനദണ്ഡങ്ങൾ തടസ്സമാകുന്നു. ഭാര്യയും ഭർത്താവും മരിച്ച മകളും കൂലിപ്പണിക്ക് പോകുന്നു. മകൻ ടെമ്പോ ഡ്രൈവറാണ്. 2 തവണ കാലിലും വയറിലും ശസ്ത്രക്രിയ കഴിഞ്ഞ കൊച്ചുവേലായുധന് ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ട്. വീട് പോയതോടെ പ്രതിസന്ധി പുതിയ തലത്തിലെത്തി. ആരുടെ മുൻപിലും കൈനീട്ടിയിട്ടില്ല. അർഹതപ്പെട്ട സർക്കാർ സഹായത്തിന് വേണ്ടി നിവേദനങ്ങൾ പലതും കൊടുത്തു. പക്ഷേ ഫലമുണ്ടായില്ല. CITUവിൽ ചുമട്ട് തൊഴിലാളിയായിരിക്കെ CPMന്റെ പുള്ളപ്പ് ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു. പിന്നീട് INTUCയിൽ ചേർന്നു. കഴിഞ്ഞ ദിവസം എത്തിയ CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ വീട് ഉടൻ പുനർനിർമ്മിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. CPIയിലെ CC മുകുന്ദൻ MLAയും സഹായം വാഗ്ദാനം ചെയ്തെത്തിയിരുന്നു. കുറച്ചുകാലം വീടിനടുത്തുള്ള മഞ്ജു വാര്യരുടെ വീട്ടിൽ സെക്യൂരിറ്റി ആയിരുന്നു കൊച്ചുവേലായുധൻ. ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു പോസ്റ്റ് ഇങ്ങനെയാണ്: വലിയ രാഷ്ട്രീയ തന്ത്രം എന്ന നിലയ്ക്ക് CPM ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം സുരേഷ് ഗോപി നിരസിച്ച നിവേദനം പരിഗണിച്ച് വേലായുധൻ എന്ന ആൾക്ക് വീട് വെച്ച് കൊടുക്കാനെടുത്ത തീരുമാനമാണ്. 2022 എങ്ങാണ്ടാണ് കാറ്റിൽ തെങ്ങ് വീണ് വേലായുധൻ എന്ന ആളുടെ വീട് തകരുന്നത്. ആലോചിച്ച് നോക്ക്. വാർഡ് മെമ്പർ, പഞ്ചായത്ത്, വില്ലേജ്, വകുപ്പ് മന്ത്രിമാർ, മുഖ്യമന്ത്രി എന്നിങ്ങനെയുള്ള ക്രമത്തിൽ വേലായുധൻ വിവിധ സ്ഥലങ്ങളിൽ വീടിനുള്ള അപേക്ഷ സമർപ്പിച്ചു കാണും അല്ലേ? ഈ നീണ്ട 2-3 വർഷ കാലയളവിൽ ഒരാൾ പോലും ആ നിവേദനം പരിഗണിച്ചില്ല, വേണ്ട നടപടിയെടുത്തില്ല. ഇന്ന് വീട് വെച്ച് കൊടുക്കാം എന്ന് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അന്നും ഇന്നും സംസ്ഥാന ഭരണത്തിലുള്ളത് എന്ന് ഓർക്കണം എന്നാണ് ആ പോസ്റ്റിൽ പറയുന്നത്. ഈ പോസ്റ്റ് ഏറെ പ്രസക്തമാണ്.